സമതെ, ഉം. ഈ പത്മശ്രീ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തൊരു വിലയാണ് അതിനുള്ളത്? നല്ല ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്ത ആളുകൾക്ക് നൽകുന്ന വളരെ മഹത്തായ ബഹുമതിയുള്ള ഒരു പുരസ്കാരമാണ്. അങ്ങനെ കാണല്ലോ ഉള്ളത്. അതെ അതെ. ഞാൻ ആ വില മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിടിച്ചു നിൽക്കണം. പത്മശ്രീനെ കുറിച്ചുള്ള ആ ഒരു ബഹുമാനമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ. ഓക്കെ, അപ്പോൾ അതിൽ വ്യൂവേഴ്സിനോട് കൂടി പറയുകയാണ്, ഇത് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് പത്മശ്രീയോടുള്ള ബഹുമാനമൊന്നും പോയി പോരുത്. നമ്മൾ ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ജസ്റ്റ് പറഞ്ഞിട്ട് പത്മശ്രീയിലേക്ക് വരാം. എന്താ വെച്ചാൽ ഇവിടെയുള്ള എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, ഇത് രാവിലെ പല്ല് തേച്ചത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു പിന്നെ വിശ്വാസത്തെ, ആ സമുദായത്തെ എങ്ങനെ മോശമായി സംസാരിക്കാം എന്നത് മാത്രം ചിന്തിച്ച് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ, അവർ പരസ്പരം കുറച്ച് വ്യക്തിപരമായ പടലപ്പിണക്കളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാൻ തുടങ്ങി. അതായത് സംഘപരിവാറിൻ്റെ ഓഫർ വന്നത് അവനാണ്, ഞങ്ങൾക്ക് രണ്ടാക്കും വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ അവർ വളരെ നിഷ്കളങ്കരാണ് എന്നും സമൂഹത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിപത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ത്യജിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി കൊടുക്കുമ്പോഴാണ് നീ വാങ്ങിയതിനെ പറ്റി എനിക്കറിയാം എന്ന സാധനങ്ങൾ രണ്ടാക്കും ഓഫർ വന്നിട്ടുണ്ട്, അവൻ സ്വീകരിച്ചു ഞാൻ സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ മാത്രമല്ല അവനും കൂടി ഉണ്ട് എന്നുള്ള ആ സാധനത്തിലേക്ക്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പിണക്കങ്ങൾ നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള പിണക്കങ്ങൾക്കിടയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫറൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പായി. അപ്പോൾ എല്ലാവർക്കും ബോധ്യം കഴിഞ്ഞതാണ് സംഘപരിവാറിന്റെ ഓഫർ രണ്ടുപേർക്കും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ ആൾക്കാർക്ക് ഞങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് സ്കൂട്ട് ആയി പോകാൻ സാധ്യതയുള്ള ഒരാളെ അതിൻ്റെ ഇടയിൽ, അവരുടെ ഇടയിലുള്ള പരസ്പര തർക്കങ്ങൾക്കിടയിൽ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടെന്ന് വെച്ചാൽ ഒരു ചെറിയ പിടിക്കപ്പെടുന്നല്ല, അത് പത്മശ്രീ പിടിക്കപ്പെടലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ സംഘപരിവാറിൻ്റെ ഓഫർ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ച് ചെറിയ ചെറിയ അവിടെ ഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും പിന്തുണകളോ അല്ലെങ്കിൽ ആ വ്യൂസ് കയറ്റി കൊടുക്കുക, യൂട്യൂബ് വരുമാനം കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെയൊന്നും പിടിച്ചാൽ നിൽക്കുന്നൊരു കാര്യമല്ല. പത്മശ്രീ കൊടുത്ത് കണ്ട് ആദരിക്കണം. എന്തിനാ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സംഘികൾ എന്തിനായിരിക്കും ആദരിക്കുന്നുണ്ടാവുക? അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു സാമൂഹ്യ സേവനം ചെയ്തു എന്നുള്ളതാണ്. അവർ സമൂഹത്തിന് എന്തൊരു സേവനമാണോ ഉദ്ദേശിക്കുന്നത്, അവർ സമൂഹത്തിന് ഏതൊരു ഉയർച്ചയാണോ ഉദ്ദേശിക്കുന്നത്, അവർ സമൂഹത്തിന് ഏതൊരു മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്, ആ മാറ്റത്തിന് എൻഡോസ് ചെയ്യുന്ന ഒരു നമുക്കറിയാലോ. അതായത് ഇവിടെയുള്ള വർഗീയത ഉണ്ടാക്കുക, വിഭാഗീയത ഉണ്ടാക്കുക, നിരന്തരമായി മുസ്ലിങ്ങളെ അവർക്കെതിരെ ഹെയ്റ്റ് പ്രചരിപ്പിക്കുക, പരദൂഷണം പറയുക എന്ന് പറയുന്ന മഹത്തായ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് പത്മശ്രീ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. കിട്ടുമോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള പത്മശ്രീ കൊടുത്ത് സംഘികൾ ആദരിക്കാൻ പോയ ഒരാളെ കുറിച്ച് ഇവരുടെ ഇടയിലുള്ള പരസ്പര തർക്കങ്ങൾക്കിടയിൽ പുറത്തു വന്നു. അത് പിന്നെ ഇവർ പരസ്പരം സംസാരിക്കുന്ന ഒരു ഫോൺ ക്ലിപ്പ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വിട്ടതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ മൂപ്പരും കൂടി അതിൽ കുടുങ്ങി. അതാണ് നമ്മളിൽ കേൾക്കാൻ പോകുന്നത്. പത്മശ്രീയോടുള്ള എല്ലാ ബഹുമാന ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇത്രത്തോളം താഴ്ത്തി ഒരാൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മൾ അതിനോടുള്ള ബഹുമാനം കുറച്ച് കാണിക്കല്ല എന്നുള്ളത് പ്രത്യേകം പറയാണ്. അപ്പോൾ ഏതായാലും ആൾക്ക് പറയുന്ന ഓഫർ പിന്തുണയുമായിട്ട് വന്ന ആൾ ബാദുഷയാണ് ഈ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുക. അതായത് പരിചയപ്പെടാൻ വേണ്ടി വന്നു. ഓക്കെ, എനിക്ക് ഇസ്ലാമിക് ഹിസ്റ്ററി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്നവരെ ഇഷ്ടമാണ്, അതുകൊണ്ട് പരിചയപ്പെടാൻ. പക്ഷെ പുള്ളി ആകെ ഓഫർ വെച്ചത് ജബ്ബാർ മാഷിന് മാത്രമേ ഉള്ളൂ. മാത്രം ഓഫർ കൊടുത്തോളൂ. ഒരാളെ കുറിച്ചാണ് പറയും, വേറെ ഓഫറുകളൊക്കെ ആണ് വന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ജബ്ബാറിന് എന്ത് ചെയ്തിട്ടുണ്ട്, ജബ്ബാറിന് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത്. അപ്പം അത് ജബ്ബാർ മാഷ് മാത്രമേ ഉള്ളൂ, അതിനുള്ള അർഹത വേറെ ആർക്കും ഇല്ല. അതിന് മാത്രമുള്ള ദർജയിലൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഏതായാലും ഓഫർ വന്നതിൽ ഒരാൾ കൂടി പെട്ടു. അപ്പൊ ഇതുവരെ നമ്മൾ വിചാരിച്ച പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാണ്, വേറൊരാൾക്കും ഒരു ഫോൺ കോൾ ചോർന്നതിനാണ്. ഒന്ന് ആലോചിച്ചപ്പോൾ എത്ര കോൾ വരുന്നുണ്ടാവും, എത്ര വിഷയങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരാണ്ടാവും. ഒരു കോൾ ചോർന്നതിനാണ്. ഏതായാലും ജബ്ബാറിന് സംഖ്യ ഓഫർ വന്നിട്ടുണ്ട്, അത് ഉറപ്പിച്ചു, വെരിഫൈഡ് അവിടെ കഴിഞ്ഞു. അപ്പൊ ഏതായാലും ജബ്ബാറിനും സംഖ്യ ഓഫർ വന്നു. ആ ഓഫർ എന്താണ്, അതാണ് ഈ പറയാൻ പോകുന്നത്. എന്റെ അറിവില് ജബ്ബാർ മാഷിനോട് പത്മശ്രീ തരാന്ന് പറഞ്ഞു. ജബ്ബാർ മാഷിനോട് ജബ്ബാർ മാഷ് വേണ്ടാന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു തവണ ജബ്ബാർ മാഷിന്റെ വീട്ടിൽ പോയി. ഈ സുനിലായിട്ട് ജബ്ബാർ മാഷിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് പറഞ്ഞതാണ്. അപ്പൊ ജബ്ബാർ മാഷ് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ജബ്ബാർ മാഷിന്റെ വൈഫ്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ സുനിൽ കൊടുക്കുന്ന പത്മശ്രീ അപ്പൊ ഇതില് നമ്മൾ ഒന്നാമത് പറയുക വെച്ചാല് ഇവിടെയുള്ള ഏതോ സുനിലല്ല പത്മശ്രീ കൊടുക്കാന്നുള്ളത്. പക്ഷെ ഈ സുനിൽ എന്ന് പറയുന്നത് ഈ തീരഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ വർഗീയതയുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് പത്മശ്രീ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ജബ്ബാറിന് കിട്ടുന്ന ഞാൻ ആലോചിച്ച് നോക്കാം. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ
അങ്ങനെ ഒരു രൂപത്തിൽ കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പത്മശ്രീ കിട്ടിയ എത്ര ആൾക്കാരുണ്ടാവും വളരെ ബഹുമാന്യർ, ഓലൊക്കെ ആ അവാർഡ് ഒഴിവാക്കി മിക്കവാറും പോകും. തിരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്കിത് വേണ്ട അറിയാം. ജബ്ബാറിന് കൊടുക്കുന്ന പത്മശ്രീയാണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും അത് പോട്ടെ, അത് പിന്നെ അത് അവരുടെ ഒരു ഇത് മാത്രം. പക്ഷേ ഏതായാലും അങ്ങനെ ഒരു കേരളത്തിലെ വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുനിലിന് ജബ്ബാറിന് പത്മശ്രീ കൊടുക്കണം തോന്നിയെങ്കിൽ അത് ഓഫറായിട്ട് ഓഫറായിട്ട് അത് നൽകിയെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ എന്താണ് വ്യക്തമാണ് അവരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ്, ആർക്കാണ് അത് ഗുണം ചെയ്യുന്നത്, എന്താണ് ഇവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇവരുടെ പ്രവർത്തനങ്ങൾ വർഗീയതക്കാണ് വലം വെക്കുക, ഇവിടെയുള്ള സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത്, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഒരു സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോകുന്ന കേരളത്തിൻ്റെ ആ ഒരു സോഷ്യൽ ഫാബ്രിക് തകർത്ത് തരിപ്പണാക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പരസ്പരം തെറ്റിയപ്പോൾ അത് ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. അതിപ്പോൾ മുന്നേ പറഞ്ഞ ഓഫറുകൾ, ഈ പ്രത്യേക ഓഫറുകൾ, അതേപോലെ തന്നെ പറഞ്ഞ പത്മശ്രീ ഓഫറുകൾ, ഇതൊക്കെ നൽകുന്ന സോഴ്സുകൾ ഏതാണെന്നുള്ളത് ഇവർ തന്നെ പുറത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ സോഴ്സുകൾ ഇത് ആരെങ്കിലും കൊടുക്കുന്നതല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നിയേക്കാം വളരെ നല്ല ചില മനുഷ്യന്മാരാണല്ലോ ഇവർ, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, സോ അവർക്ക് കുറച്ച് ഓഫറുകൾ കൊടുത്തേക്കാം, കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു പത്മശ്രീ കൊടുത്തേക്കാം, അവരിങ്ങനെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് പത്മശ്രീ. അപ്പോൾ അങ്ങനെ കൊടുത്തേക്കാം എന്നുള്ള തോന്നി ചില ഗുണകാംക്ഷികളായിട്ടുള്ള എക്സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ നോക്കുന്ന ഓഫറുകളല്ല ഈ പറയപ്പെടുന്ന ഈ പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാവിധ ഓഫറുകളും എല്ലാവിധ സഹായങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ഒരു പ്രത്യേക സോഴ്സിൽ നിന്നാണ്. ആ സോഴ്സിൻ്റെ ലക്ഷ്യം ആഗ്രഹം എന്താണ്? ഈ സമൂഹത്തിൽ ഭിന്നതയുണ്ടാവണം, പരസ്പര വിദ്വേഷം സംഭവിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും ഹേറ്റഡും വെറുപ്പും ഉണ്ടാവണം. അങ്ങനെ ആ വെറുപ്പ് എന്ത് ചെയ്യണം? വോട്ടാക്കി മാറ്റാൻ പറ്റണം. ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളിൽ ഒരു ഭയം ഉണ്ടാവണം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ ഒരു വെറുപ്പുണ്ടാവണം. അങ്ങനെ ആ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടണം, അതിലൂടെ ഞങ്ങൾക്ക് ഇവിടെ ചില പ്രത്യേക അധികാരങ്ങൾ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആ അജണ്ട വെച്ച്, ആ പ്രൊപ്പഗണ്ട വെച്ച് സിനിമ എടുക്കുന്നവർ, ആ പ്രൊപ്പഗണ്ട വെച്ച് സാമൂഹ്യ മാധ്യമത്തിൽ അൽഗോരിതം സെറ്റ് ചെയ്യുന്ന ആളുകൾ, ആ പ്രൊപ്പഗണ്ട വെച്ച് സമൂഹത്തിൽ ഒരു ഇല്ലാത്ത വ്യാജമായ ആരോപണങ്ങളും അക്രമങ്ങളും സ്ഫോടനങ്ങളും വരെ സൃഷ്ടിക്കുന്ന ആളുകൾ, അങ്ങനെ പരമാവധി കഴിയുന്ന എക്സ്ട്രീം എൻഡിലേക്ക് പോലും ആ അജണ്ട നടപ്പിലാക്കാൻ പോകുന്ന ആളുകൾ, അതേ ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ചില ആളുകൾ ഒരുപാട് സംസാരിക്കണമെന്നും അവരുടെ ഇടപെടലുകളോടെ കൂടണമെന്നും അവർ നിർവഹിക്കുന്ന കാര്യം കൂടുതൽ ആഴത്തിൽ സംഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ആളിലേക്ക് എത്തി അവരെന്തോന്നാണോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നടത്തുന്ന കാര്യം മാക്സിമം ആവണം, തീവ്രമാണെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടി ഫണ്ടും ചെലവാക്കും. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ പറയാം ചില ആൾക്കാർ ഓഫർ സ്വീകരിച്ചില്ലല്ലോ, അതേപോലെ തന്നെ ചില ആൾക്കാർ പത്മശ്രീ സ്വീകരിച്ചില്ലല്ലോ, കിട്ടോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ സ്വീകരിച്ചില്ലല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വീകരിക്കുന്നോ ഇല്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ പത്മശ്രീ കിട്ടി തന്നെ വിചാരിക്കാം, അത് ഏറ്റവും വലിയ നാണക്കേടാണ്. കാരണം ഇവിടെയുള്ള ജബ്ബാർ മാഷിനെ അറിയാം, പത്മശ്രീ ചേരില്ലെന്നറിയാം. അത് മാത്രമല്ല, അങ്ങനെ സംഘികളുടെ ഭാഗത്ത് നിന്ന് വാങ്ങിയാൽ അത് പബ്ലിക്കിൽ വരുമ്പോൾ ഒരു നാണക്കേടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് അങ്ങനെ ഒരു ഓഫർ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ ഒരു സംഘികളുടെ ഭാഗത്ത് നിന്ന് ഒരു ഓഫർ സ്വീകരിച്ചു എന്ന് അറിയുന്നത് തന്നെ ഒരു കേരളീയ, ഇപ്പോഴത്തെ ഒരു കേരളീയ പൊതുബോധത്തിൽ അതൊരു മോശം കിട്ടിക്കഴിഞ്ഞ നഗ്നമായ സത്യമാണത് ഈ തരത്തിൽ കിട്ടിയതായിരിക്കും എന്നുള്ളത് ആർക്കും ഉറപ്പായിരിക്കും. അപ്പൊ അതെന്തായാലും ഒഴിവാക്കാൻ നോക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഓഫർ വരാൻ കാരണമായത് എന്ത്? ഇവർക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും, ആരിഫ് ഹുസൈൻ, അതുപോലെ തന്നെ ജാമിദ, അതേപോലെ തന്നെ ലിയാഖത്ത്, ജബ്ബാർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഓഫർ വന്നിട്ടുണ്ട്. ഈ ഓഫർ വന്നത് ആരിൽ നിന്നാണ്? സംഘപരിവാറിൽ നിന്നാണ്. ആ ഓഫർ വന്നു എന്നുള്ളത് തന്നെ എന്തിനുള്ള തെളിവാണ്? ഇവരുടെ പ്രവർത്തനം ഏത് രൂപത്തിലാണ്. അതായത് ഈ ഓഫർ കൊടുക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന, അവർ സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓഫർ എന്താ നമുക്ക് ഓഫർ തരാത്തത്? അല്ലെങ്കിൽ എന്താ വേറെ ആൾക്ക് ഓഫർ എടുക്കാത്തത്? അൺമാസ്കിങ്ങിന് സംഘി ഓഫർ വരിക എന്നുള്ളത് ഏതെങ്കിലും വിദൂരമായൊരു പോസിബിലിറ്റി എങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു വിദ്വേഷം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ അതിനു വേണ്ട പ്രവർത്തനമല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഓഫർ വരിക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ ഇവർക്ക് പോസിബിളാണ്. വൈ? ബിക്കോസ് ഇവർ ആ കാര്യം ചെയ്യുന്നുണ്ട്. സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി. അത് ആരിഫിന് വന്നിട്ടുണ്ട്, ജാമിദക്ക് വന്നിട്ടുണ്ട്, ജബ്ബാറിന് വന്നിട്ടുണ്ട്, ലിയാഖത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ ഉറപ്പിച്ച് പറയാണ്. ഇത് മാത്രമല്ല, ഇത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇവർ പരസ്പരം പേഴ്സണലി ഉള്ള പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാക്കി പറയുന്നതൊക്കെ ആയിരിക്കാം. മാത്രമല്ല ഇപ്പം എന്തായാലും പ്രശ്നം ഉണ്ടായപ്പോൾ അത് പുറത്തു വന്നു. അത് അങ്ങനെ കുറെ തെളിവുകൾ സഹിതം പുറത്തു വന്നു. കുറച്ച് ബിരുദന്മാർ കുടുങ്ങി, അത് വേറെ കാര്യം. പക്ഷേ ഇവർ ഓൾറെഡി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, പല സമയങ്ങളിലായി ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം ജബ്ബാർ തന്നെ പറയുന്ന, അതായത് ഈ എക്സ് മുസ്ലിങ്ങളായ ആളുകൾ, എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന നടക്കുന്ന ആളുകൾ അവർ സംഘപരിവാറിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ? ഇതിൽ ആർക്കെങ്കിലും ഇനിയും സംശയം ഉണ്ടെങ്കിൽ അത് ആരിഫ് അങ്ങനെ പറയുന്നതാണ്, ലിയാഖത്ത് അങ്ങനെ പറയുന്നതാണെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഇടങ്ങാറാവേണ്ട കാര്യമില്ല. ജബ്ബാർ തന്നെ
പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് വിശദീകരിക്കും. അതുതന്നെയാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഒരുപാട് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള എത്തിസ്റ്റുകളും സ്വതന്ത്ര ചിന്തകരും ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കൂടെ കൂടിക്കൊണ്ടാണ് ഇസ്ലാം വിമർശനം നടത്തുന്നത്. പലരും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്നത് യൂറോപ്പിലാണ്. യൂറോപ്പിലുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാർ റൈറ്റ് ആണ്. അപ്പൊ അവിടുത്തെ പിന്നെ വർഗീയവാദികളാണ് ആയി മാറുകയാണ് അവിടുത്തെ എക്സ് മുസ്ലിങ്ങൾ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ എക്സ് മുസ്ലിം മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ റെലവൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആശയത്തിന് വേണ്ടിയല്ലേ. ഇപ്പം ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ സ്വതന്ത്ര ചിന്ത, നമുക്ക് അതിനോട് ഒരുപാട് വിയോജിപ്പുണ്ട്. യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, നിരീശ്വരവാദം, അതിനൊക്കെ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. അറ്റ്ലീസ്റ്റ് അതിനു വേണ്ടിയെങ്കിലും ഇവർ പ്രവർത്തിക്കണ്ടേ. ഒരു സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങൾക്കുണ്ട്, അതിനു വേണ്ടി ഇവിടെയുള്ള മതങ്ങളൊക്കെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവരുടെ ഭാഷയിലുള്ള സാമൂഹ്യ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ് മതമില്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ പ്രവർത്തനങ്ങൾ എങ്ങോട്ടാണ് നേരെ പോകുന്നത്? ഫാർ റൈറ്റിലേക്കും അല്ലെങ്കിൽ ആളുകളെ ഇല്ലാതാക്കുന്ന ആളുകളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ആളുകളുടെ കൂടെ ഇവർ ഇന്റഗ്രേറ്റഡ് ആകുന്നു, മെർജഡ് ആകുന്നു, അവരിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഇവർക്ക് പറയാനൊരു ആശയമില്ല. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഒരു സമുദായത്തെ പറ്റിയുള്ള വെറുപ്പ് മാത്രമാണ്. അതുകൊണ്ടാണ് ആ വെറുപ്പ് പറയുന്ന ആൾക്കാരും ഒപ്പം മാത്രം അവർക്ക് കൂടാൻ പറ്റുന്നത്. ഇത് ഏതെങ്കിലും ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആരിഫ് ഹുസൈൻ വളരെ വൃത്തികെട്ട സംസാരം നടത്തുന്ന ഒരാൾ, ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ഒരാൾ. ഇത് ഒരു വ്യക്തിയിൽ കാണുന്നതല്ല. ആരിഫിന് ഓഫർ വരുന്നു, ജബ്ബാറിന് ഓഫർ വരുന്നു, ജാമിദക്ക് ഓഫർ വരുന്നു, ഇത് കേരളത്തിലുള്ളത് മാത്രം. ഇനി കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഇതാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് പറയാം കേരളത്തിൽ എന്തോ ഒരു പ്രശ്നമാണ്, പ്രത്യേകതയാണ്. ഇന്ത്യയിൽ മൊത്തം സംഭവിക്കുന്നുണ്ട്. അത് ജബ്ബാർ പറയുന്നതിന്റെ തെളിവുകൾ നമ്മൾ പുറത്തു വിടാം. ഇനി അത് മാത്രമല്ല, ലോകത്ത് മൊത്തം ഇതാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ പരദൂഷണം പറയാ, മുസ്ലിങ്ങളെ കുറ്റം പറയുക എന്നുള്ളതിനപ്പുറത്ത് ഒരു അജണ്ടയുമില്ല, ഒരാശയവുമില്ല. അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി നിരീശ്വരവാദിയെങ്കിലും പറയാൻ പറ്റണല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ പിന്നെ ജബ്ബാർ എന്താ പറഞ്ഞ, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയാം. അപ്പം നിരീശ്വരവാദം പോലും പറയാനില്ല. കാരണം ഇത് വളരെ ക്ലിയർ ആണ്, ഇവർക്ക് ഇതേ ഉള്ളൂ, മുസ്ലിങ്ങളെ കുറ്റം പറയുക, മുസ്ലിങ്ങളെ കുറിച്ച് വെറുപ്പുണ്ടാക്കുക എന്നതിനപ്പുറത്ത് ഒരു അജണ്ട ഇല്ല. അതുകൊണ്ടാണ് ഇത് ഭയങ്കര രസം. എന്താ വെച്ചാൽ ഈ ജബ്ബാർ ഉണ്ടല്ലോ, ജബ്ബാറിന്റെ പിന്നെ യൂട്യൂബ് ചാനലിൽ, ആ ചാനലിൽ തന്നെ ഒരു നമുക്ക് നമ്മുടെ ചാനലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത ഒരാളുണ്ട്, AP എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വളരെ പിന്നെ ലോ ലെവൽ സാധനം. എന്നുവെച്ചാൽ യൂറോപ്പിൽ ഇങ്ങനെയുള്ള എക്സ് മുസ്ലിം ആയിട്ട് നടന്ന ആളാണ്. ഇപ്പം അയാൾ ക്രിസ്ത്യാനിയാണ്. ജബ്ബാറിന്റെ ചാനലിൽ ഈ പറഞ്ഞ ഭയങ്കര പൊളിറ്റിക്കലി കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര ഈ പത്മശ്രീയൊക്കെ നിരാകരിച്ച, ആ പത്മശ്രീ നിരാകരിച്ച ജബ്ബാറിന്റെ ചാനലില് ഇപ്പം അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് കുറച്ചു കാലം മുമ്പ് ആ APയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയുന്ന യൂറോപ്പിൽ മുസ്ലിങ്ങളുടെ അടിവേരറുക്കുന്ന എന്നൊക്കെ പറഞ്ഞ നടന്ന ആളായിരുന്നു. അത് മുപ്പര പെർസ്പെക്റ്റീവ് എന്താണ്, നിരീശ്വരവാദിയായ മതങ്ങൾക്കെതിരായിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ റിമൂവ് ചെയ്തു, ജബ്ബാർ അത് റിമൂവ് ചെയ്തു. ആ ബയോലോ ഇതിലുണ്ടല്ലോ മോറൽ കാണുന്ന അതിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ ഏതായാലും ഇത് മൂപ്പരുടെ സങ്കടം പറയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്, ഒരാശയം കൃത്യമായി ഇപ്പം ഈ എക്സ് മുസ്ലിങ്ങളൊക്കെ പറയുന്ന ഒരു സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ യുക്തിവാദം, നിരീശ്വരവാദം, എന്തോ ആയിക്കോട്ടെ, അതിൽ വളരെ കൺവിൻസ്ഡ് ആയി അതാണ് ശരി, അതാണ് സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടതെന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതുണ്ടെങ്കിൽ അവരതുമായി മുന്നോട്ട് വല്ല വേണ്ടത്. എല്ലാവരും സംഖ്യകളാവുന്നു, റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു, ക്രിസ്ത്യൻസ് ആകുന്നു. എന്നിട്ട് അയാൻ ഹിർസി അലി, അതായത് ന്യൂ എത്തീസത്തിന്റെ 4 പിന്നെ ഫാദേഴ്സ് കഴിഞ്ഞിട്ട് ഒരാളെ ആഡ് ചെയ്താണ് അയാൻ ഹിർസി അലി. ഇപ്പൊ മൂപ്പര് ക്രിസ്ത്യാനിയാണ്. ഡോക്കിൻസ് ഇപ്പൊ കൾച്ചറൽ ക്രിസ്ത്യനാണ്. അതേപോലെ ഈ പറഞ്ഞ AP പിന്നെ അപ്പൂസ് എന്നൊക്കെ പറയുന്ന ആള്, അപ്പൂസ് ഇപ്പം ക്രിസ്ത്യാനിയാണ്. അപ്പൊ ആരുമില്ല. കാരണം എന്താ, ഇവർക്ക് ഈ വെറുപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അജണ്ട. അത് കുറച്ചും കൂടി നന്നായി നടക്കപ്പുറത്താണ്. ഇവരുടെ ഐഡിയ പ്രകാരം ഇവർക്ക് ലോകത്ത് ദൈവമില്ല, മതമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇവരുടെ പർപ്പസും ഇവരുടെ ലക്ഷ്യം എന്താണ്, ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വെറുപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വെറുപ്പുണ്ടാക്കി ഇവർ പറഞ്ഞിരുന്നവരുടെ അടിസ്ഥാന ആശയമായിട്ടുള്ള ദൈവമില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് പോലും തെറ്റിയിട്ട് ആ വെറുപ്പ് മാക്സിമം പറയുന്ന ആൾക്കാരുടെ കൂടെ ഇവർ ആയിപ്പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, നിങ്ങൾ പറയുന്നത് മൊത്തം വെറുപ്പാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാനുള്ള ഒരു തെളിവായിട്ട് ലോകം മൊത്തം പ്രതിഭാസം കാണുകയാണ്. വളരെ സിംപ്ലി. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ദൈവമില്ല എന്നാണ് ഇവർ പൊതുവെ അങ്ങനെയൊക്കെ പറയാ, പക്ഷെ അതിൽ ഇവർക്ക് കൺവിക്ഷൻ ഇല്ല.
കൺവിക്ഷൻ. കാരണം നമ്മൾ ഇപ്പൊ ഈ ഏതെങ്കിലും ഈ ജബ്ബാറോ ലിയാക്കത്തോ ആരിഫോ ഇവരോടൊക്കെ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞങ്ങളെ വിഷയമല്ല എന്നാണ് പറയാ. കാരണം ഇവർക്ക് ഒന്നാമത് ഈ വിഷയം പറയാൻ അറിയില്ല, ഈ വിഷയത്തിൽ സംവദിക്കാനോ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനോ രണ്ട് ചോദ്യം ചോദിച്ചാൽ പറയും ഇസ്ലാമിലെ ദൈവത്തിലേക്ക് വാ, അല്ലാഹുവിലേക്ക് വാ എന്ന് പറയും. ഞങ്ങൾ ഇസ്ലാമും പറയും, അതേപോലെ യുക്തിവാദവും പറയും, അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും അത് ഇവർക്ക് പറയാൻ കഴിയൂല. കാരണം എന്താ, ഇവർക്ക് ആകെയുള്ളതെന്ന് വെച്ചാൽ ഒരു സമുദായത്തോടും അത് ആരെങ്കിലും ഏതെങ്കിലും ഉസ്താദ് പിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ സുന്നത്ത് വെച്ചപ്പോൾ അതൊക്കെയാണ് പല മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ കൊണ്ട് ഇസ്ലാമിനോടൊരു വിരോധമുണ്ടായി. അതിനിപ്പോൾ ആരെ കൂട്ടുപിടിച്ചാലും ഏത് മതം സ്വീകരിച്ചിട്ടാണെങ്കിലും ഏത് പാർട്ടി സ്വീകരിച്ചിട്ടാണെങ്കിലും അത് നടത്തണം എന്നാണ്. അപ്പോൾ ഏതായാലും അതാണ് ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറെ യൂറോപ്പിലൊക്കെ കുറെ ആൾക്കാർ എന്തായി ക്രിസ്ത്യൻസായി. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയും എത്തീസവും കൂടെ കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു വലതുപക്ഷ ഇസ്ലാം വിരുദ്ധ മൂവ്മെൻ്റാണ് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലാവട്ടെ അത് സംഘപരിവാറാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായഹസ്തവുമായിട്ട് വരുന്നത്. ഓഫർ അപ്പോൾ ഇതൊക്കെ വളരെ ക്ലിയർ, ഞങ്ങളുടെ ആരോപണമല്ല, ഇവർ തന്നെ സർട്ടിഫൈഡ് ആയി വെരിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. യൂറോപ്പിൽ കുറേ ആൾക്കാർ ക്രിസ്ത്യൻസും എത്തീസും ഒക്കെ കൂടിയിട്ട് ഇസ്ലാമിനാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ, ഈ രൂപത്തിലൊക്കെ ഒരു മതത്തിനെതിരെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ എത്തീസ്റ്റുകളും ഇവിടെ സംഘികളും എല്ലാവരും ഇങ്ങനെ കൂടി ആക്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഇസ്ലാം ആണെങ്കിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഈ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഒരു എല്ലാ ദിവസവും 5 മിനിറ്റ് വീതം ഒന്ന് കരഞ്ഞു തീർക്കണം എന്നുള്ളതാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ദിവസം ഇങ്ങനെ ലൈവൊക്കെ ചെയ്തിട്ടും ഇസ്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര പ്രാക്ടീസ് ചെയ്യുന്ന അപ്പോൾ ഈ പേരിന് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിലൊക്കെ ഇപ്പോൾ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസ് ആണെങ്കിലും അതിലൊക്കെ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ആണല്ലോ, ഒരു ക്രിസ്ത്യൻസ് എന്നുള്ള ആ രീതിയിലാണല്ലോ. അപ്പോൾ പേപ്പറിലുള്ള ഔദ്യോഗിക രേഖകളിലുള്ള മതത്തിനപ്പുറം പ്രാക്ടീസിങ് റിലീജിയൻ ഫോളോ ചെയ്യുന്നത് മോസ്റ്റ്ലി മുസ്ലിംസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ദിവസം 5 മിനിറ്റ് വീതം കരയുന്നതൊക്കെ നല്ലതാണ്. മറ്റുള്ളവരാരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല, പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് ഒരു പ്രോത്സാഹനവും സഹായവും നൽകുന്നില്ല, പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒറ്റപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ കേരളത്തിലടക്കം എക്സ് മുസ്ലിംസായിട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ സംഘപരിവാറിൻ്റെ പാളയത്തിൽ പോയിട്ടാണ് അഭയം തേടിയിട്ടുള്ളത്. വീണ്ടും വെരിഫൈഡ് ആണ് കേട്ടോ. ഭയങ്കര പ്രയാസം പറയാണ് ഇവിടെയുള്ള പുരോഗമനവാദികളൊന്നും. ഈ പുരോഗമനവാദി എന്താ വേണ്ടത്? ഈ പറഞ്ഞ BJPക്കും സംഘപരിവാറിനും വേണ്ടി പണിയെടുക്കുന്ന ഇത്തരം അവരും എൻഡോസ് ചെയ്യണോ? എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറയും. ഇത്രമാത്രം ഒരു രാവിലെ പല്ല് തേച്ചത് മുതൽ ഉറങ്ങുന്നത് വരേക്കും ഈ പറഞ്ഞ വെറുപ്പ് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഇനി നിങ്ങളെ തലയിൽ വെച്ച് നടക്കേണ്ടി വരും. അത് സംഖ്യൽക്കാണത് വേണ്ടത്, അത് അവർ ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം അവരുടെ അസ്തിത്വത്തിന് നേരെ വലിയ ഭീഷണി ഉയരുന്നൊരു സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, ആരും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള സാമൂഹ്യ സേവനത്തിന്റെ വലുപ്പമായി ആരും അക്കോമഡേറ്റ് ചെയ്തില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പരദൂഷണം പറയുന്ന കാര്യം പറയുന്നത്. കുറെ ആൾക്കാരെ കുറ്റം പറയും, ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കുറ്റം പറയാണ്ട്, ഒരുപാട് ആൾക്കാരെ പറ്റി മോശം പറയാണ്ട്. ഞങ്ങൾ ആരും അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ആരും സഹായം തരുന്നില്ല. എന്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ പുരോഗമനവാദികൾ. അസുഖ പ്രതിസന്ധി. ഒരു ജൈവികമായ ചോദന എന്ന നിലക്ക് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന മേഖലയിലേക്ക് പോകും. ലാഭം ലഭിക്കുന്ന മേഖലയിലേക്ക്. വളരെ ലളിതമാണ് ആശയം. പ്രത്യേകിച്ച് സാമൂഹികമായ ലക്ഷ്യമൊന്നുമില്ലാതെ വെറും കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈകാരികമായിട്ടുള്ള കാരണങ്ങളാലെ മതം വിട്ടു വന്നിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ സംഘപരിവാർ പാളയത്തിൽ പോയിട്ട് അവരുടേതായ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ കലിപ്പ് തീർക്കാൻ വേണ്ടി. അത് തന്നെയാണ് കൂടുതലും, അത് വേറൊരു കാര്യം. അപ്പോൾ ഏതായാലും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സംഘപരിവാർ പാളയത്തിൽ പോയിട്ടുണ്ട്, അവരുടെ ലാഭം കിട്ടാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഓഫർ കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാണ്. ഇത് ഒരു തവണ മാത്രമല്ല, പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ എക്സ് മുസ്ലിംസ് എന്ന പേരിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇസ്ലാമിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ഇസ്ലാമിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ആശയപ്രചരണ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ വന്നിട്ടുള്ള പല എക്സ് മുസ്ലിംസിനെയും ഇപ്പോൾ കാണുന്നത് സംഘപരിവാറിൻ്റെ മാധ്യമങ്ങളിലും അവരുടെ വേദികളിലുമൊക്കെയാണ്. അവരാണ് ഈ കൂട്ടരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകി സഹായങ്ങൾ ചെയ്യുന്നത്. സ്വാഭാവികം. അതെ, അവർക്കാണ് ഇവർ ആവശ്യമുള്ളത്. സ്വാഭാവികമായിട്ടും തങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് പുറത്ത് വരികയും ആ സമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള ബഹിഷ്കരണവും ഉപദ്രവവും നേരിടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ തങ്ങളെ സഹായിക്കാനും തങ്ങൾക്ക് പിന്തുണ നൽകാനും സമൂഹത്തിലൊരു പ്രബല വിഭാഗം ഇല്ലാതെ വരികയും തങ്ങൾ സമൂഹത്തിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും തങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ
ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു ജീവി എന്ന നിലക്ക്, ഒരു ജൈവിക സ്വഭാവം എന്ന നിലക്ക് സ്വാഭാവികമായും സഹായഹസ്തവുമായി വരുന്ന ശത്രുവിൻ്റെ ശത്രു എന്ന മിത്രത്തെ സ്വീകരിക്കുക എന്നത് സ്വാഭാവികമാണെന്നാണ് സ്വാഭാവികമാണ്. എന്നുവെച്ചാൽ ഈ ജബ്ബാർ അടക്കം അതിനെ ന്യായീകരിക്കാൻ അത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ജൈവികമായി ന്യായീകരിക്കുകയാണ്. വളരെ ജൈവികമായ ന്യായീകരണമാണ് ഇതിന് ഇയാൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതിനൊരു ഒരു പ്ലോട്ട് ഉണ്ടാക്കുകയാണ്. ഇവരിങ്ങനെ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള ഈ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരെ ഏതെടുത്തു, ഇപ്പോൾ ആരിഫ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലൂടെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഒരു പ്രശ്നമില്ലാതെ സൊസൈറ്റിയിൽ വെറുപ്പ് നിരന്തരമായി ഡെയിലി എല്ലാ ദിവസവും ഇസ്ലാമിനെ തെറി പറയുന്ന, മുസ്ലിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവാചകനെ തെറി പറയുന്ന, പടച്ചോനെ തെറി പറയുന്ന ആളുകൾ വളരെ ഹെൽത്തി ആയിട്ട് മുസ്ലിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ പ്രപ്പോഷൻ മുസ്ലിങ്ങൾ ഈ കേരളത്തിലാണല്ലോ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിനിടയിലാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ കാശുണ്ടാക്കുന്നു, തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, നുണ പറയുന്നു, നുണ പിടിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നുണ പറയും, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് നിങ്ങൾ നുണ തിരുത്തിക്കോളൂ, ഞങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് അസ്വസ്ഥ പ്രതിസന്ധിയാണ്, ഞങ്ങൾക്ക് ഭീഷണിയാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആരോടാ പറയുന്നത്? മുസ്ലിങ്ങളോട്. മുസ്ലിങ്ങളുടെ കാര്യം എടുത്ത് നോക്കുക. വളരെ കൃത്യമായി തന്നെ വലിയ രൂപത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് UAPA അടച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയെന്നതിന്റെ പേരിൽ മാത്രം ജയിലിൽ അടക്കുക. ഇപ്പോൾ സക്കരിയുടെ കേസൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള അനേകായിരം ആളുകൾ, ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അനേകായിരം UAPA അതുപോലെ തന്നെയുള്ള കരിനിയമങ്ങളും ചാർത്തപ്പെട്ട് ഒരുപാട് ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കൾ ഇന്ന് ജയിലുകളിലാണ്. ഇന്നും 10-ലധികം വർഷം വിചാരണ തടവോടുകൂടി ജീവിക്കപ്പെട്ട മനുഷ്യരുണ്ട് മുസ്ലിം സമുദായത്തിൽ. അങ്ങനത്തെ ഒന്നിലധികം ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ പറ്റും. ഈ എത്ര എക്സ് മുസ്ലിംസ് അങ്ങനെ പറയാൻ പറ്റും? ദ്രോഹിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു, എത്ര ആളുകൾ അങ്ങനെ പറയാൻ പറ്റും? ഇനി കൊല ചെയ്യപ്പെട്ട ആളുകളാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, ഫൈസൽ, യാസർ, അതേപോലെ തന്നെ കാസർഗോഡുള്ള ഫൈസൽ മൗലവി, അതേപോലെ തന്നെ റിയാസ് മൗലവിയും ഫഹദ് മൗലവി, അങ്ങനെ എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടുള്ളത്? അങ്ങനെ കൊല ചെയ്യപ്പെട്ടതോ ആക്രമിക്കപ്പെട്ടതോ ഉപദ്രവിക്കപ്പെട്ടതോ ആയിട്ടുള്ള എത്ര ആളുകളുടെ പേര് ഇവർക്ക് പറയാൻ പറ്റും? അപ്പോൾ ഇതിൽ ഒന്നാമത്തെ വെച്ചാൽ നിയമപരമായി വേട്ടയാടുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവര് സാധാരണ ഒരു മുസ്ലിമിനെ വെറുതെ പിടിച്ച് ജയിലിടുന്നത് പോലെയല്ല, ഇവര് ഹെയ്റ്റ് പറഞ്ഞതാണ്. നിയമപരമായി തന്നെ പ്രശ്നം ചെയ്യുന്ന ആൾക്കാരാണ്, ലീഗലി തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതെ, ക്രിമിനലുകളാണ് ഇവർ. യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിനെതിരെ വിദ്വേഷം വമിപ്പിക്കുന്ന ക്രിമിനലുകൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ സമൂഹത്തിൽ സ്വൈര്യ വികാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ എക്സ് മുസ്ലിം ആയതിൻ്റെ പേരിൽ. കാരണം അവർക്ക് ലീഗലി അവർക്ക് സപ്പോർട്ട്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആണ് കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഉള്ളത്. അവർക്കെതിരെ പിന്നെ സ്വമേധയാ കേസെടുക്കുന്നില്ല, കേസ് കൊടുത്താലും അത് മുന്നോട്ട് പോകുന്നില്ല. ആ രൂപത്തിൽ ക്രിമിനലുകൾ ഇവിടെ വാഴുകയാണ്. എന്നാൽ അതേ സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത, ഏതോ ഒരു സിം കാർഡ് കൊടുത്തു, അല്ലെങ്കിൽ സിം കാർഡ് വാങ്ങി, അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു ഭീകരവാദിന്റെ മണം അതിലൂടെ അടിച്ചുപോയി എന്നതിന്റെ പേരിലൊക്കെ എന്താണ് നേരത്തെ റിയാസ് മൗലവി പള്ളിയിൽ മദ്രസയിലേക്ക് പോവാൻ ശശികലയുടെ പ്രസംഗം കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, വന്നിട്ട് കൊന്നുകളയുന്നത്. അതേപോലെ തന്നെ പിന്നെ ഫൈസൽ കൊടിഞ്ഞിയാണെങ്കിലും, അതേപോലെ തന്നെ യാസർ ആണെങ്കിലും, ഇവരൊക്കെ മതം മാറി എന്നുള്ളതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ആ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. ആ സമുദായത്തോട് നോക്കിയിട്ട് പല്ലളിച്ചിട്ട് ഈ ചങ്ങാതി പറയാണ് മുസ്ലിങ്ങളാണ് പീഡിപ്പിക്കുന്ന ആളുകൾ. ആലോചിക്കണം. നീ ഇപ്പൊ ജബ്ബാറിനാണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 ആളുകൾ, ജാമിദ, ജബ്ബാർ, ലിയാഖത്ത്, ആരിഫ്, ഈ 4 ആൾക്കെതിരെ ഒരു 50 വീതം ഡിഫോമേഷൻ കേസ് കൊടുക്കാൻ മാത്രമുള്ള വകുപ്പ് അവരുടെ ഒരു 10 വീഡിയോസ് വെച്ച് കണ്ടാൽ കിട്ടും. അത്രത്തോളം ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അത്രത്തോളം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ക്രൈമുകൾ ചെയ്യുന്ന ആളുകളാണ്. ആ ആളുകളാണ് പറയണത് അവർ ചെയ്യുന്ന ക്രൈമിന്റെ ഒരു 10% പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, സമൂഹത്തിന് തിരിച്ചിട്ടുന്നില്ല. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അഥവാ എല്ലാം മാക്സിമം യൂസ് ചെയ്യുക. അതായത് ഇതിന്റെ സാധ്യത, അഥവാ ഈ ഹെയ്റ്റ് പറയുന്നതിന്റെ സാധ്യത മാക്സിമം ഉപയോഗിക്കുക, എന്നിട്ട് അതിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക, അതിലൂടെ ബാക്കിയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക, ഒപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ സെന്റിമെന്റ്സും കൂടി പറഞ്ഞ്, ഇരവാദം കൂടി പറഞ്ഞ്, അതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ബാക്കി കേൾക്കാം നമുക്ക്. വളരെ സ്വാഭാവികമാണ്. അത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇസ്ലാം എന്ന അപകടകരമായ വിഷലിപ്തമായ ഒരു ഐഡിയോളജി ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് തർക്കമൊന്നുമില്ല. ഒരേ സമയത്ത് ഇവർ പറയുന്നത് അറിയോ,
ഇസ്ലാം ആകെ തകർന്നു തീർന്നു, നാളെ ഇസ്ലാം തീരും, മറ്റന്നാളെ തീരും എന്നൊക്കെയാണ് പറയാം. അതേ സമയത്ത് തന്നെ ഈ വെറുപ്പ് ഉണ്ടാക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കേണ്ട സമയത്ത് പറയും ഇസ്ലാം ഇതാ വളർന്നു പന്തലിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ. അതും അത് ഇവർ അതേപോലെ ഇയാൾ പറയും മുസ്ലിങ്ങൾക്കൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, എല്ലാവരും മനസ്സിലും നിരീശ്വരവാദിയാണുള്ളത്, എനിക്കറിയാം കുറെ ഉസ്താദുമാരറിയാം, അവർ ഇമാമ് നിൽക്കുന്ന ആളുകളാണ്, അവർ ശമ്പളത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകൾ, അവർ മനസ്സിലൊന്നും വിശ്വാസമല്ല പറയും. ഒപ്പം തന്നെ പറയും എല്ലാ മുസ്ലിം ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദി ജിഹാദിയാണ്, അവരെല്ലാം തീവ്രമായി മതം ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അവരെല്ലാം ആ തരത്തിൽ ഭീകരവാദികൾ അനുകൂലിക്കുന്ന ആളുകളാണ്. വിശ്വാസമല്ല, പക്ഷെ ഭീകരവാദികൾ അനുകൂലിക്കുന്നുണ്ട്. ഏതിലെങ്കിലും മാത്രമാണ് പറയുന്നത്. പക്ഷെ അത് ഭീഷണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്തും അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്കും ഒന്നും സമൂഹത്തിലെ വലിയൊരു വിഭാഗം സോക്കാൾഡ് പുരോഗമനവാദികൾ പോലും ഇവർ പറയുന്ന രാവിലെ മുതൽ എന്ത് ചെയ്യണമെന്നറിയോ, കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എന്ത് ചെയ്യണം, ജബ്ബാർ മാഷിന് ലൈവ് ഷെയർ ചെയ്യണം. നോക്കൂ സഹോദരങ്ങളെ, സൂറത്ത് ആലി ഇമ്രാനിൽ മറ്റേ അല്ലെങ്കിൽ സൂറത്ത് മാഇദയിൽ സൂറത്ത് തൗബയിലൊക്കെ നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ മുസ്ലിങ്ങളെ അവരോട് ക്രൂരമായി പെരുമാറുന്നത്, എങ്ങനെയാണ് അള്ളാഹു മോശക്കാരനാണെന്നത്, എങ്ങനെയാണ് മുഹമ്മദ് അലി മോശക്കാരൻ, എന്ത് ചെയ്യണം, ഇവരൊക്കെ ഒഫീഷ്യൽ ചാനലിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യണം. അല്ല ഇനി ആയിക്കോട്ടെ, ഈ പുരോഗമനവാദികൾ അല്ലെങ്കിൽ മതേതര പാർട്ടികളൊന്നും ചെയ്യുന്നില്ല, എന്താ ചെയ്യേണ്ടത്, എന്താ അവര് പ്രൊമോട്ട് ചെയ്യേണ്ടതാ? ഒന്നിതാ, മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം. ഇത് എന്ത് ചെയ്യണം, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശനൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് അതാണോ വേണ്ടത്? പിണറായി വിജയൻ നാളെ ട്വീറ്റ് ചെയ്യാണ് മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ബഹുമാന്യനായ പത്മശ്രീ. ഇതിനെ പറ്റി പറയണത് ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു, പുരോഗമനവാദികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സംഖ്യ മാത്രമേ വരുള്ളൂ. അസ്വാഭാവികമായും ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെടുന്ന ഞങ്ങൾക്ക് സഹായഹസ്തവുമായി BJP-ക്കാർ വരുന്നു, സ്വാഭാവികമായിട്ടും അവിടെ പോകൂലേ, ഞാൻ സംഖ്യയുടെ കൂടെ പോകൂലേ, എനിക്ക് പത്മശ്രീ തരൂലേ? ഇനി പോട്ടെ, ഈ സംഘികളുടെ കൂടെ കൂടുന്നത്, സംഘികൾക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ഈ ജബ്ബാർ. ടീച്ചറാണ്. ഇത് നോക്കാം, മതേതരരുടെ അകമഴിഞ്ഞ ന്യൂനപക്ഷ മതപ്രീണനം എന്ന സംഘി ഭാഷ സംഘികളെക്കുറിച്ച് കേട്ടു തുടങ്ങുന്ന മുമ്പേ ഞാനൊക്കെ ആ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സംഘികൾ ഇപ്പോൾ പ്രധാനമായിട്ട് വളരുന്നത് എന്ത് വെച്ചിട്ടാ? മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു, മുസ്ലിം ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ട് ഇവിടെയുള്ള ഇടത് വലത് പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ വളരുന്നത്. അത് അങ്ങേയറ്റം തെറ്റാണ്. ഇപ്പൊ ഇടക്കിടക്ക് ഈ മറ്റേ വെള്ളാപ്പള്ളി ഇടക്കിടക്ക് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ലഭിക്കേണ്ട അവകാശങ്ങളുടെ 10% ലഭിക്കുമ്പോഴേക്ക് പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പോത്തിട്ട് അവകാശങ്ങൾ ലഭിക്കാത്ത അവസരം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, പ്രാതിനിധ്യത്തിന്റെ വിഷയത്തിലാകട്ടെ ഒരു വിഷയത്തിലും മുസ്ലിങ്ങൾ വളരെ താഴെയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇവർക്ക് പ്രീണനമുണ്ട് എന്ന് പറയുന്ന സംഘികളുടെ ആ വിദ്വേഷ പ്രചാരണം സംഘികളെക്കുറിച്ച് കേട്ടു തുടങ്ങുന്നതിന് മുമ്പേ ജബ്ബാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവസാനത്തെ ഭാഷ, ഞങ്ങളുടെ ഭാഷ സംഘികൾ ഹൈജാക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ക്രെഡിറ്റ് എങ്ങാനും പോയി പോകുന്നുള്ള പേടിയുള്ളത്. വെച്ചാൽ ആ വിദ്വേഷത്തിന്റെ ക്രെഡിറ്റ് എനിക്കാണ്, സംഘികളല്ല, സംഘികൾ എൻ്റെ അടുത്ത് കടം വാങ്ങിയതാണ് എന്ന് ആര് പറയാണ്? ജബ്ബാർ പറയാണ്. അപ്പം മനസ്സിലായല്ലോ, ഇത് ഈ പുരോഗമന സമൂഹം ഏറ്റെടുക്കുന്നില്ല സൗഹൃദങ്ങളെ മനസ്സിലാക്കണം എത്രത്തോളം പ്രയാസകരമാണ്. മാത്രമല്ല സംഘികൾ തന്നെ സർട്ടിഫൈഡ് ആണ് ഇയാള്. പിന്നെ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി, VHPയുടെ ഒക്കെ നേതാവ്, അദ്ദേഹം ഈ ജബ്ബാറിന്റെ എന്ത് ചെയ്യാണ്? പ്രൊമോട്ട് ചെയ്യാം. പുരോഗമനവാദികളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, വി.ഡി. സതീശനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രതീഷ് വിശ്വനാഥാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും വീഡിയോയുടെ പോസ്റ്റാണ്. പിണറായി വിജയൻ ഇടേണ്ട പോസ്റ്റാണ്. എന്ത് ചെയ്യാനാ? ഖുർആൻ ദൈവദത്തമാണെന്നും ഇസ്ലാം ശാസ്ത്രീയമാണെന്നും തെളിയിച്ചാൽ താൻ ഈ വിശ്വാസവയിലേക്ക് തിരിച്ചു വരുമെന്ന് യുക്തിവാദ ചിന്തകൻ E.A. ജബ്ബാർ ഈ വിഷയത്തിൽ M.M. അക്ബറുടെയും മുജാഹിദ് വാലിശ്ശേരിയെയും വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നുണ്ട്. എന്നുവെച്ചാൽ ഇയാളുടെ എന്തോ സംസ്ഥാന നേതാവ് പറഞ്ഞ മാതിരിയാണ് പറയുന്നത്. ഈ പറഞ്ഞ ജബ്ബാർ പറഞ്ഞതിനെ പ്രതീഷ് വിശ്വനാഥ് ഭയങ്കര സംഭവമായിട്ട്, എന്നിട്ട് സംവാദം നടന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അത് വേറെ വിഷയം. പ്രതീഷ് വിശ്വനാഥും കൂടി കരഞ്ഞിട്ടുണ്ടാവും അന്ന് M.M. അക്ബറായിട്ടുള്ള സംവാദം കഴിഞ്ഞിട്ട്. അത് പോട്ടെ, അത് ഞങ്ങള് കുത്തി നോക്കിയത് ശരിയല്ല. അപ്പൊ ഏതായാലും ആ സംവാദത്തിൽ ആത്യന്തികമായിട്ടും ശരിക്കും സംവാദത്തിൽ ജയിച്ചത് അക്ബറൊക്കെ ആണെങ്കിലും ആത്യന്തികമായി അത് നമ്മള് അംഗീകരിക്കുന്നവരാണ് കാര്യം. അപ്പൊ ഏതായാലും ആ നിലക്ക് ജബ്ബാറിന്റെ ഒരു സംവാദ വെല്ലുവിളി അടക്കം സംഘികളെ ഏറ്റെടുക്കാൻ എന്ന് മാത്രമല്ല, ഈ സംഘികൾ ഇവിടെ കേരളത്തിൽ വലിയ വിവാദ ഒരു കാര്യമാണ് ഈ ഘർ വാപ്പസി പീഡന കേന്ദ്രങ്ങൾ. തൃപ്പൂണിത്തറയിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഘർ വാപ്പസി പീഡന കേന്ദ്രങ്ങളുടെ അതിൽ ഈ പറഞ്ഞ ഘർ വാപ്പസി നടത്താൻ ഉപയോഗിക്കുന്നത് ആരുടെ ആശയങ്ങളാണ്? ജബ്ബാറിന്റെ. ജബ്ബാർ മാഷിന്റെ പഠനങ്ങൾ 1 മിനിറ്റ് കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ച ആതിരയ്ക്ക് മുമ്പിൽ കേരളം ശിഷ്യപ്പെട്ടിരിക്കുന്നു. ഗവേഷണങ്ങളാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള വർഗീയത ജബ്ബാർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, അത് ഗർവാപ്പസിക്ക് വേണ്ടി ഉപയോഗിക്കും, എന്നിട്ട് അത് സംഘികൾ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ പറയും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സർട്ടിഫൈഡ് സംഖ്യയാണ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇനി വി.ഡി. സതീശനും പിണറായി വിജയനും ഒക്കെ അടുത്ത പോസ്റ്റാണ്.
അഖിലയായിരുന്നപ്പോൾ ഒരു സ്വതന്ത്ര മനുഷ്യ സ്ത്രീ ആയിരുന്നു. ഇതൊന്ന് ആലോചിച്ചേക്കാം. ഇവിടെ ഇ എ ജബ്ബാറിന് പകരം വി.ഡി. സതീശൻ, പിണറായി വിജയൻ, എന്തൊരു രസമായിക്കല്ലേ. കേരളത്തിന്റെ പുരോഗമനം മാത്രമല്ല, ഒരു സാഹോദര്യവും മനുഷ്യത്വമൊക്കെ നിറഞ്ഞു തുളുമ്പുന്ന ഐക്യം, ജനാധിപത്യം. നമ്മളെല്ലാരും അങ്ങനെ വായിക്കട്ടോ. വി.ഡി. സതീശൻ പോസ്റ്റ് ചെയ്തായിട്ട്, വി.ടി. ബൽറാം പോസ്റ്റ് ചെയ്തായിട്ട്, അല്ലെങ്കിൽ എം സ്വരാജ് പോസ്റ്റ് ചെയ്തായിട്ടൊക്കെ ഇത് മനസ്സിലാക്കണം. അഖിലയായിരുന്നപ്പോൾ ഒരു സ്വതന്ത്ര മനുഷ്യ സ്ത്രീ ആയിരുന്നു. അവൾ ഹാദിയ ആയതോടുകൂടി മറ്റൊരാൾക്ക് തുണിയിൽ പൊതിഞ്ഞ് നടക്കാനുള്ള വെറും ഒരു ശരീരം മാത്രമായി ചുരുങ്ങി. വി.ഡി. സതീശൻ, വി.ടി. ബൽറാം, എം സ്വരാജ്. മറ്റൊരാളുടെ സ്വകാര്യ സ്വത്താണിന്നവൾ. തിരിച്ച് അഖിലയായാൽ മനുഷ്യനാവാം. എന്നുവെച്ചാൽ ഹിന്ദു മുസ്ലിം ആയപ്പോൾ മനുഷ്യരല്ലാതായി. ഇത്ര മനോഹരമായ ആശയങ്ങൾ വേണ്ടി എന്തുകൊണ്ട് കേരളത്തിന്റെ സോ കോൾഡ് പുരോഗമന സമൂഹം അവഗണിക്കും? ഇടത് വലത് സംഘടനകളെ നിങ്ങൾ കാണുന്നില്ലേ? ഇല്ലേ? അതായത് ഒരു നിങ്ങൾക്ക് ഉണർന്നുകൂടെ? നിങ്ങൾ ഇപ്പോഴും പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കാണോ? മുസ്ലിം ഹിന്ദു ആയാൽ മനുഷ്യനാകും, അതായത് ഹിന്ദു മുസ്ലിം ആയ മനുഷ്യരല്ലാതാവും, തിരിച്ച് ഹിന്ദു ആയാൽ മനുഷ്യനാകും എന്ന് പറയുന്ന ഇത്രയേറെ മാനവികതയുടെ ഇത്തരം വാക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? എം സ്വരാജ് താങ്കൾ കേൾക്കുന്നില്ലേ? വി.ടി. ബൽറാം കേൾക്കുന്നില്ലേ? അപ്പോൾ ഇതാണ് പുരോഗമന സമൂഹം ഏറ്റെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കുറെ എരവാദം മുഴക്കുക, എന്നിട്ട് തങ്ങൾ സംഖ്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ തരം താണ വളരെ വൃത്തിയായിട്ട് പരിപാടി കാണിച്ചിട്ട് അതിലൊന്ന് സെന്റ് അടിച്ച് കരയാനുള്ള നാണുണ്ടല്ലോ. ഞങ്ങള് അത്രയും സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിന് നവോത്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും അംഗീകരിക്കുന്നില്ല. ഞങ്ങളെ പുരോഗമന സമൂഹം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ആകെ വരുന്നത് ഈ നന്മയുള്ള കുറച്ച് സംഘപരിവാറിന്റെ ആളുകൾ മാത്രമാണ്. അവർ നീട്ടുന്ന സഹായ ഹസ്തത്തിലേക്ക് സ്വാഭാവികമായും പ്രകൃതിപരമായും ഞങ്ങൾ എത്തിപ്പോകില്ലെന്ന് ചോദിക്കുകയാണ്. വേറെ വി.ടി. ബൽറാം ഒക്കെ പോസ്റ്റ് ചെയ്ത വേറൊരു പോസ്റ്റാണ്. ഇസ്ലാം മതം കൊണ്ട് ഞോണ്ടാൻ ശ്രമിച്ചാൽ ഇന്ത്യ എന്താണെന്ന് ലോകം തിരിച്ചറിയും. വി.ടി. ബൽറാം ഇടേണ്ട പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താ? ഇവിടെ ഒരു ദേശീയ വികാരം ഉണ്ടാവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രമായി ഇന്ത്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ചങ്ങാതിമാർ മനസ്സിലാക്കുന്നത് അത് ഇസ്ലാം മതവും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ അവിടെ ബോംബ് വീണ് നോക്കുമ്പോൾ ഇസ്ലാം മതത്തിന്റെ വേറെ ഒരു ബോംബ് വീണു, അവരിങ്ങോട്ടൊരു ബോംബ് ഇട്ട് പറഞ്ഞാൽ ഇസ്ലാം മതം ബോംബ് ഇട്ടു. ഇങ്ങനെ മനസ്സിലാക്കുന്ന രൂപത്തിൽ വരണം എന്ത്? നമ്മുടെ ഇടത് വലത് സംഘടനകളൊക്കെ അങ്ങനെ ആവണം. പുരോഗമനവാദികളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടണം. ഈ നിലക്കുള്ള വെറുപ്പും വിദ്വേഷവും അത് ചീഞ്ഞു നാറുന്ന മനസ്സുമായി ഇവിടെയുള്ള പുരോഗമനവാദികൾ നടക്കണം എന്നാണോ പറയുന്നത്? അത് ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പത്മശ്രീ ഓഫർ വന്നത് എന്തിനാന്നുള്ളത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓഫറുകൾ പിന്നെ ആരിഫിന് വന്നു, ലിയാഖത്തിന് വന്നു, ജാമിദക്ക് വന്നു, ജബ്ബാറിന് വന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഓഫറുകൾ വരാനുള്ള കാരണം എന്താ? ഈ നിലക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ ഒരു 20 വർഷം മുമ്പ് എന്തായിരുന്നു നമ്മുടെ സാമൂഹ്യ സാഹചര്യം? പൊതുവെ ഒരു ഹിന്ദുവായ അയൽവാസി, നമ്മുടെയൊക്കെ അയൽവാസികളെയും ഫ്രണ്ട്സിനെയും കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ അവരുടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അവസ്ഥ എന്താ? ആ നിലക്കുള്ള ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടാകാൻ ഈ പറഞ്ഞ വിദ്വേഷ ജീവികളാണ് കാരണക്കാർ. അത് സംഘപരിവാർ ഓഫറുകൾ വാങ്ങിക്കൊണ്ടുള്ള പണിയാണത്. അത് അവർക്ക് പത്മശ്രീ കൊടുക്കണമെന്ന് അവർക്ക് തോന്നാൻ മാത്രം വലിയ ഓഫറുകൾ കൊടുക്കണമെന്ന് അവർക്ക് തോന്നാൻ മാത്രം വലിയ വിദ്വേഷ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ. അത്ര വലിയ ഓഫറുകളിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചെറുതും സ്വീകരിച്ചതുമായിട്ടുള്ള എത്ര മറ്റു ഓഫറുകൾ ഉണ്ടാവും നമ്മൾ ആലോചിക്കും. പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എന്നുള്ളത് മാത്രം. അതും വളരെ ചെറിയ ഇൻസിഡന്റുകൾ മാത്രം പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം അതല്ലാത്ത സ്വഭാവയുടെ ജീവിതം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറുകൾ, എത്ര വർഷങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ വെറുതെ ഈ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി. അപ്പോൾ അത്രയും കാലത്തിനടക്ക് ഇവർ സ്വീകരിച്ച ഓഫറുകൾ എന്തൊക്കെയാവും? അത്തരത്തിലുള്ള അജണ്ടകൾക്ക് വേണ്ടിയും പ്രൊപ്പഗണ്ടകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എത്രത്തോളമായിരിക്കും? അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗർവാപ്പസി പീഡന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ എത്രത്തോളം ഇവരുടെ പ്രവർത്തനങ്ങൾ ആളുകളെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് പുറത്തേക്ക് വന്ന വാർത്തകളിലൂടെ മാത്രം നമ്മൾ അത്തരം വലിയ വിഷയങ്ങളിലേക്ക് നമ്മുടെ ഒബ്സർവേഷൻ എത്തുകയാണ്, നിരീക്ഷണം എത്തുകയാണ്, മനസ്സിലാക്കലുകൾ എത്തുകയാണ്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ആളുകളുടെ പ്രവർത്തനം കൊണ്ട് ഉപകാരവും ഉണ്ടാക്കുന്ന ആളുകൾ, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ വളരെ സിമ്പിളായി അത് ഇവർക്ക് കൊടുക്കുന്ന ഓഫറുകളിൽ നിന്ന് വ്യക്തമാണ്, ഇവർ സ്വീകരിക്കുന്ന സഹായങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എല്ലാ നിലക്കും അത് ഈ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനും ആ വിദ്വേഷത്തിലൂടെ വോട്ടടക്കമുള്ള നേട്ടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. അവർക്ക് വേറൊരാൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സോക്കോൾഡ് പുരോഗമന സമൂഹത്തിന് ഒരു സപ്പോർട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു.
അതിനർത്ഥം എന്താണ്? അവരിവിടെ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDF ആണെങ്കിലും UDF ആണെങ്കിലും സിംപ്ലി പൊളിറ്റിക്കൽ പാർട്ടീസ് അത് അവരിവിടെ ഉദ്ദേശിക്കുന്ന സാമൂഹിക മാറ്റമല്ല നിങ്ങളിൽ നിന്ന് വരുന്നതിനർത്ഥം. അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു ചെറിയ നവോത്ഥാനം പോലും, ചെറിയ മുന്നേറ്റം പോലും, ചെറിയ വളർച്ച പോലും, ചെറിയ മാറ്റം പോലും നിങ്ങളിലൂടെ സംഭവിക്കുന്നില്ല. നിങ്ങളിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ മാറ്റങ്ങൾ കൊണ്ട് ഉപകാരമുണ്ടാകുന്ന ആളുകളിൽ ഈ കൂട്ടരില്ല. നിങ്ങൾ പറയുന്ന സോ കോൾഡ് പുരോഗമനെന്നോ ജനാധിപത്യമെന്നോ മതേതരെന്നോ പറയുന്ന ഒരാളുകൾ അതിലില്ല. അതിലുള്ളത് ഈ കൂട്ടർ മാത്രമാണ്. ഏത് കൂട്ടർ? ഭിന്നത ഉണ്ടാവണമെന്നും വെറുപ്പുണ്ടാകണമെന്നും വിദ്വേഷം ഉണ്ടാകണമെന്നും മനുഷ്യർ തമ്മിൽ അടുക്കരുതെന്നും അവർ തമ്മിൽ എപ്പോഴും അകന്നു നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെങ്ങനെ ഏറ്റി നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് നിരന്തരം ഓഫറുകൾ തരുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് പത്മശ്രീ പോലും ഓഫറായി മുന്നിലേക്ക് വെക്കുന്നത്. കാരണം നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇതിനേക്കാൾ ഡീപ്പ് നിങ്ങൾ ചെയ്യണം, ഡെപ്തിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നസീഹത്തോടെ ഗുണകാംക്ഷയോടെ പറഞ്ഞാൽ പോലും അവിടെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള അമിതമായ പ്രതീക്ഷയോടൊന്നല്ല പറയുന്നത്. എങ്കിലും ആ വസ്തുതയെ എടുത്തു കാണിച്ചതാണ്. ഏറ്റവും കൂടുതൽ, ഏറ്റവും പ്രധാനമായി ഈ വീഡിയോ കാണുന്ന അവരല്ലാത്ത നിഷ്പക്ഷരായിട്ട വിഷയങ്ങൾ നോക്കിക്കാണുന്ന ആളുകളാണ് പറയാനുള്ളത്. നിങ്ങൾ ആരെയാണ് കാണുന്നത്? ഈ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന, അവരുദ്ദേശിക്കുന്ന അവരുടെ അജണ്ടയിലും പ്രൊപ്പഗണ്ടയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സാധാരണക്കാർ, അത് മുസ്ലിം വിശ്വാസികളാവട്ടെ അല്ലാത്തവരാകട്ടെ, മനസ്സിലാക്കേണ്ടത് ഇത് വളരെ നിഷ്കളങ്കമായി കുറച്ച് ആൾക്കാർക്ക് ഒരു മതത്തോടൊരു വിയോജിപ്പ് തോന്നി അത് അവർ പ്രകടിപ്പിക്കുകയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഇത് കൃത്യമായ ഓഫറുകൾ വന്നുകൊണ്ട് പത്മശ്രീ ഓഫറുകൾ മുതൽ താഴെക്കടയിലുള്ള ഇലിയാക്കത്തിനൊക്കെ വന്ന ഒരു ചെറിയ ഓഫറുകൾ അടക്കം വരുന്ന അത്രമേൽ ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് കേട്ടിട്ട് ഈ നിലക്കുള്ള വിദ്വേഷ പ്രചാരകരുടെ സംസാരങ്ങൾ, ആ വിദ്വേഷ പ്രചാരകരുടെ ഓഫറുകൾ വരുന്നവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങൾ കേട്ടിട്ട് നമ്മളുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? വിള്ളലുകൾ വീഴ്ത്തരുത്. നമ്മൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ഈ കേരളത്തിൽ ജീവിക്കണം. അതിനിങ്ങനെയുള്ള വിഷജീവികളെ മാറ്റിവെക്കുക, അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മളുടെ കേൾവികളിൽ നിന്ന്, നമ്മുടെ കാഴ്ചകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു നിർബന്ധ ബാധ്യതയാണ്. അത് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ചെയ്യുന്നു. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരുടെ സംസാരം കേൾക്കുന്ന ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെക്കുറിച്ച് അത്രയും ദുഷിച്ച ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതിന് ഇവരുടെ കമൻറ്റ് ബോക്സുകൾ സാക്ഷിയാണ്. എങ്ങനെയെങ്കിലും ഒരു മുസ്ലിമിനെ കിട്ടിയാൽ അടിച്ചു കൊല്ലണമെന്ന ഒരു ചിന്തയിലേക്ക് നിരന്തരമായി 24 മണിക്കൂറും ഇങ്ങനെയുള്ള വെറുപ്പ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ അവരെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ മാത്രം ആവശ്യമൊന്നുമല്ല. ഇവിടെ എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. സ്വസ്ഥമായ സാമൂഹ്യാന്തരീക്ഷം എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോൾ ആ കാര്യം നിലനിർത്തേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷജീവികളെ മാറ്റി ആശയപരമായ ചർച്ചകൾ നമുക്കാകാം. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് നിരന്തരമായി നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുക. പക്ഷേ ഇങ്ങനെയുള്ള വിഷജീവികളെ, സംഘപരിവാറിൻ്റെ ഓഫറുകൾ വരുന്നവരെ, പത്മശ്രീ ഓഫറുകൾ വരുന്നവരെ നമ്മുടെ കേൾവികളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് വേണ്ടത്, നമ്മുടെ നല്ലൊരു സാമൂഹ്യ അന്തരീക്ഷത്തിന് വേണ്ടി എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ആ രൂപത്തിൽ വിഷങ്ങളെ കേൾക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.